ജാർഖണ്ഡില് വിദ്യാർത്ഥി പ്രക്ഷോഭം വളരെ ശക്തമായി. PSC ചെയർമാൻ അറസ്റ്റിലായി. ആ മാർച്ചിലേക്ക് അവിടെ നിരാഹാരം ഇരുന്നിരുന്ന നേതാവ് ദേവേന്ദ്രനാഥ് മെഹ്തോ ആംബുലൻസിൽ ഒപ്പം ചേരുക കൂടി ചെയ്തിട്ടുണ്ട്. അവിടുത്തെ PSC ചെയർമാൻ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ പേര് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. ഖിയാങ്ഡെ, എന്ത് ഖിയാങ്ഡെ, എൽ ഖിയാങ്ഡെയെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം വരെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ജാർഖണ്ഡ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നമ്മുടെ കേരളത്തിൽ പ്രശ്നവും PSC-യുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നത്തിലൊന്നും നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് CJP നടത്തിയ പ്രക്ഷോഭത്തിന്റെ അത്ര ഒരു വലിയ സ്വീകാര്യത കിട്ടാത്തത് പോലെയുണ്ട്. മാത്രമല്ല, CJP നേതാക്കൾ പിന്തുണ അറിയിക്കുകയല്ലാതെ ഇവിടേക്കൊന്നും വരുന്നതായിട്ടും കാണുന്നില്ല. എന്താണ് ഈ ഒരു വ്യത്യാസം കാണുന്നത് ഇതിൽ? രാജ്യ തലസ്ഥാനത്തുള്ള ജന്തർ മന്ദിറിൽ തൊട്ടടുത്താണ് പ്രധാനമന്ത്രിയുടെയും പാർലമെന്റും ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. കെട്ടിടങ്ങൾ തൊട്ടടുത്താണ്. അവിടെ കിട്ടുന്ന ഒരു മൈലേജ് ദേശീയ അന്തർദേശീയ തലത്തില് ജാർഖണ്ഡിൽ പോയി സമരം ചെയ്താൽ കിട്ടുമോ? ഇതിനുള്ള പൈസ ആര് കൊടുക്കും? ഡൽഹിയിലായിരുന്നപ്പോൾ ധാരാളം ഫോറിൻ ഫണ്ടിങ് ഈ കുട്ടികൾ അറിഞ്ഞോ അറിയാണ്ടോ വന്നു. ധാരാളം NGO, വിദേശത്ത് നിന്ന് പണം സ്വീകരിക്കുന്ന ധാരാളം NGO-മാർ അവരുടെ ഉദ്ദേശത്തിന് വേണ്ടി അതിൽ ജോയിൻ ചെയ്ത് അവർക്ക് ആർക്കും നീറ്റുമായിട്ട് ബന്ധമില്ല. എന്തിന് നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ ഒരു ദുബായില് ദുബായില് ജോലി ചെയ്യുന്ന ഒരു വ്യക്തി പ്ലെയിനിൽ 23 തൊഴിലാളികളെ അദ്ദേഹത്തിന്റെ ഒരു കോൺട്രിബ്യൂഷൻ ഈ നീറ്റ് സമരം വിജയിപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് ഇനി അടുത്ത ജന്മത്തിൽ നീറ്റ് പരീക്ഷ എഴുതണമല്ലോ. അപ്പൊ അതിനോട് ഇപ്പോഴേ തന്നെ സജ്ജരാക്കാൻ വെച്ചാൽ ഈ ജന്മത്തിൽ ഇനി അദ്ദേഹത്തിന് നീറ്റ് പരീക്ഷ എഴുതാൻ പറ്റില്ല, ഈ തൊഴിലാളികൾക്കും എഴുതാൻ പറ്റില്ല. അപ്പൊ അടുത്ത ജന്മത്തിലേക്ക് ഒരു ശുദ്ധീകരണത്തിന് വേണ്ടി അയച്ചു കൊടുത്തു. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. പിന്നെ ജാർഖണ്ഡ് എവിടെയാണെന്ന് അഭിജിത്തിന് പോലും അറിയത്തില്ല. ഗൂഗിൾ ചെയ്യണം. ബീഹാറിന്റെ വടക്കൻ ഭാഗങ്ങൾ ചേർത്തുണ്ടാക്കിയ ഒരു സ്ഥലമാണ് ജാർഖണ്ഡ് എന്ന് പറയുന്ന സ്ഥലം. അവിടേക്ക് ഡൽഹിയിൽ നിന്ന് 1200ഓളം കിലോമീറ്റർ യാത്ര ചെയ്യണം. അതായത് കാറിലോ അല്ലെങ്കിൽ വീൽ ഡ്രൈവിൽ പോവുകയാണെങ്കിൽ 18 മണിക്കൂറോളം പോകണം. പിന്നെ ബൈ റോഡാണെങ്കിലും ബുദ്ധിമുട്ടാണ്, ട്രെയിൻ ആണെങ്കിൽ അതിനേക്കാളും ബുദ്ധിമുട്ടാണ്, ഫ്ലൈറ്റ് ആണെങ്കിൽ എയർപോർട്ടൊക്കെ വളരെ ദൂരെയാണ്. ഇത്രയൊക്കെ ബുദ്ധിമുട്ടി സമരം ചെയ്യേണ്ട ആവശ്യം ഉണ്ടെന്ന് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ വളരെ തുച്ഛമായ നേതാക്കന്മാർക്ക് തോന്നിയിട്ടുണ്ട്. അവർക്ക് കിട്ടേണ്ട മൈലേജ് കിട്ടിക്കഴിഞ്ഞു. ഇനിയിപ്പോ എന്തിനാണ് ഈ ഇവിടെ ജാർഖണ്ഡിൽ പോകുന്നത്? ജാർഖണ്ഡിൽ പോവാണെങ്കിൽ കേരളത്തിൽ വരണം. ഇവിടെ എന്ത് വലിയ പ്രക്ഷോഭമാണ് നടക്കുന്നത്. കർണാടകയിൽ പോകണം, അവിടെ അതിനേക്കാട്ടിലും വലിയ പ്രശ്നമാണ് നടക്കുന്നത്. PSC ചെയർമാനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു, പൈസ മേടിക്കുന്നു എന്നുള്ള ധാരാളം അലിഗേഷൻസ് ഉണ്ടായിരിക്കുന്നു. PSC നിയമനങ്ങൾക്ക് വേണ്ടിയിട്ട് കൃത്യമായിട്ട് നടക്കുന്നില്ല. അപ്പൊ മിക്കവാറും സംസ്ഥാനങ്ങളിലൊക്കെ പ്രശ്നമുണ്ട്. എല്ലാവരെയും വിളിക്കുകയാണ് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതാക്കളെ വിളിക്കുകയാണ്. ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരും എന്ന് പറയുമ്പോൾ കളിയാടിയിടുവാൻ വരുമോ നീ എന്നും പറഞ്ഞ് വിളിക്കുമ്പോൾ ഇവര് പറയുന്നു ഞങ്ങൾക്ക് അവിടെ വരണ്ട, ഞങ്ങളുടെ സപ്പോർട്ട് ഉണ്ട്. എന്താണ് ഈ സപ്പോർട്ട്? കോക്രോച്ച് ജനതാ പാർട്ടി ഞങ്ങളുടെ സപ്പോർട്ട് കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ സമരം വിജയിക്കുമോ? അവിടെ പോയി നിന്ന് വെയില് കൊണ്ട് അവിടെയുള്ള ആളുകളോടൊപ്പം ഇവർ നിന്നാൽ മാത്രമല്ലേ അത് ഒരു സപ്പോർട്ട് ആവുകയുള്ളൂ. മാത്രമല്ല ഇവർ ആലോചിച്ചിട്ടുണ്ടാവും PSC പരീക്ഷ എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥികളല്ല, വിദ്യാഭ്യാസം 5ഉം 6ഉം 10ഉം വർഷമാക്കി ആയവർ പോലും ഈ പരീക്ഷകൾ ഗവൺമെന്റ് ജോലിയോ PSC ടെസ്റ്റുകളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അവര് ഡൈല്യൂട്ടഡ് ആവും. അവര് വന്നത് വിദ്യാർത്ഥികളുടെ ഒരു വിഷയത്തെ അഡ്രസ് ചെയ്ത് വന്നതുകൊണ്ടാണ് ഇത്രയധികം സെലിബ്രിറ്റികളുടെ എല്ലാവരുടെയും ഒരു അറ്റൻഷൻ കിട്ടി. അവരവിടെ പോയി സംസാരിച്ചു, ഇവരോടൊപ്പം നിന്നു. അത് വിദ്യാർത്ഥികളെ മുന്നിൽ നിർത്തി ഇവര് കളിച്ചത് കൊണ്ടാണ്. വേറെ പല കാര്യങ്ങൾക്കും വന്ന ആളുകൾക്കൊന്നും സപ്പോർട്ട് കിട്ടില്ല, അവർക്ക് പിൻവാങ്ങേണ്ടി വന്നു. ആ നീറ്റിന്റെ സമരത്തോടൊപ്പം വന്നു ചേർന്ന ഷബാന ആസ്മി ഉൾപ്പെടെയുള്ള സെലിബ്രിറ്റീസിന് പിൻവാങ്ങേണ്ടി വന്നു. കാരണം ആ വിഷയങ്ങളൊന്നും തന്നെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ കുട്ടികൾ ഏറ്റെടുത്തില്ല. അവര് വന്ന കാര്യങ്ങൾ സക്സസ്ഫുൾ ആയി. അവർ സെൻട്രൽ മിനിസ്റ്ററോട് സംസാരിച്ചു, അവരവരുടെ കാര്യങ്ങളിൽ വേണ്ട കാര്യങ്ങൾ ചെയ്തു തരുമെന്ന് ഉറപ്പ് നൽകി അവരവരുടെ സമരം വിഡ്രോ ചെയ്തു. പക്ഷേ ഇന്ത്യ എന്ന് പറഞ്ഞൊരു വലിയ രാജ്യമാണ്. 365 സ്റ്റേറ്റുകളും യൂണിയൻ ടെറിട്ടറീസും ഉള്ള സ്ഥലത്ത് 36 സ്റ്റേറ്റും യൂണിയൻ ടെറിട്ടറീസും ഇന്ത്യയിലുണ്ട്. അവിടെയൊക്കെ പോയി ഇവര് സമരം ചെയ്യാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? അവർക്കറിയാം നടപ്പാക്കാൻ പറ്റില്ല എന്നുള്ള ഉറപ്പുള്ള കാര്യങ്ങളിൽ ചാടി വീണിട്ട് ഇപ്പൊ ഇരിക്കുന്ന ഒരു മൈലേജ്, ഇപ്പൊ കിട്ടിയിരിക്കുന്ന ആ ഒരു മുഖം അവർക്ക് നഷ്ടപ്പെടുത്താൻ താല്പര്യമില്ല. ഇടിവ് വരുമെന്ന് മാത്രമല്ല ആൾക്കാരുടെ വിശ്വാസം നഷ്ടപ്പെടും. ഒരെണ്ണം വിജയിച്ചു നിൽക്കുമ്പോ തൊട്ടടുത്ത സമരം പരാജയപ്പെടും.
നഷ്ടപ്പെടുകയാണെങ്കിൽ ആൾക്കാർക്ക് വിശ്വാസം നഷ്ടപ്പെടില്ലേ? ശരിയാണ്. അതും കൂടെ അതിലെ അവർ നോക്കണ്ടേ? ശരിയാണ്. ഉം. പക്ഷെ ഈ ജാർഖണ്ഡിലെ പലരും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം, അവിടെ ഇന്ത്യ സഖ്യമാണല്ലോ അതെ. ഭരിക്കുന്നത്. ഉം. കേരളത്തില് കോൺഗ്രസ് ആണ് ഉം. ഭരിക്കുന്നത്. ഉം. അങ്ങനെ ഓരോന്നും എടുത്ത് കർണാടകയിലും കോൺഗ്രസ് ആണ് കോൺഗ്രസ് ആണ്. ഭരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള വിഷയങ്ങൾ കൂടി ഉണ്ട് എന്ന് പറയുന്നത്. പക്ഷെ ഈ വിദ്യാർത്ഥികൾ വന്നത് ഉം. ഈ രാഷ്ട്രീയം നോക്കിയിട്ടല്ല. ഉം. അവരൊരു എന്താ പറയാ, ഒരു ഉം. ക്രൗഡ് ആയിട്ട് വരുന്നു, അവര് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു, അത് സക്സസ് ആവുന്നു എന്നുള്ളത് നാം പറയുകയും ചെയ്തു. അപ്പൊ ഈ രാഷ്ട്രീയം നോക്കിയിട്ടല്ല എന്ന് പറയുമ്പോ, രാഷ്ട്രീയം നോക്കാതെ ആണെങ്കിലും ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ഇപ്പൊ അഭിജിത്തിന് 30 വയസ്സുണ്ട്. അപ്പൊ 30 വയസ്സുള്ള വിദ്യാർത്ഥിയായിട്ട് അഭിജിത്തിനെ നമുക്ക് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ, അഭിജിത്ത് ഇപ്പൊ എന്താ ചെയ്യുന്നത് എന്നുള്ളതിന് കൃത്യമായ ഒരു ക്ലാരിഫിക്കേഷൻ നമുക്ക് കിട്ടേണ്ടതുണ്ട്. എന്തായാലും ഉദ്യോഗാർത്ഥികളോട് കൂടി ചേർന്ന് നിൽക്കാവുന്ന ഒരു പ്രായമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അഭിജിത്തിന് എന്തുകൊണ്ട് വരാൻ കഴിയുന്നില്ല? കാരണം ഇവരും ഉറക്കം വിളിച്ചിരുന്ന് പഠിച്ച് എത്രയോ വർഷങ്ങൾ ഇതിനു വേണ്ടിയിട്ട് തയ്യാറെടുത്തിട്ട് വരുന്നതാണ്. അപ്പൊ അതിനെ നിസ്സാരമായിട്ട് എങ്ങനെയാ മാം കാണാൻ പറ്റുക? നിസ്സാരമായിട്ട് കാണുന്നു എന്നുള്ളൊരു കാര്യമേ അല്ല അതിലുള്ളത്. ജാർഖണ്ഡ് എന്ന് പറയുന്നത് അവിടെ എത്തിപ്പെടാനുള്ള ഇവരൊക്കെ പ്രാക്ടിക്കലായിട്ട് ഫ്ലൈറ്റിലൊക്കെ സുഖമായിട്ടൊക്കെ സഞ്ചരിക്കുകയും മൂവ് ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാരാണ്. ജാർഖണ്ഡിലേക്ക് ഇവിടെ നിന്നൊക്കെ ആൾക്കാർ ചെല്ലുമോ? കേരളത്തിൽ നിന്നുള്ള ആൾക്കാർ ചെല്ലുമോ ജാർഖണ്ഡിൽ നിന്ന്? ഇവിടെ നിന്ന് ട്രെയിനിൽ ഒരു അമ്മയുടെ ആശീർവാദത്തോടെ ഒരു ഡിഫി കുട്ടനൊക്കെ കയറിപ്പോയി 17 പേര് സംഘത്തില് അമ്മ വന്ന് ചുമന്ന ഹാരമൊക്കെ അണിയിച്ചു കൊണ്ട് അവരവിടെ ചെല്ലുമോ? അല്ലെങ്കിൽ ഡൽഹിയിൽ JNU പഠിക്കുന്ന എത്ര കുട്ടികൾ ജാർഖണ്ഡിലേക്ക് ചെല്ലാൻ പറ്റും? ഇറ്റ്സ് 18 മണിക്കൂർ യാത്ര തന്നെയുണ്ട്. അവിടെ ചെന്നാൽ താമസ സൗകര്യം മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇവരെ കൊണ്ട് കഴിയുന്നത് ഞങ്ങൾ നിങ്ങൾക്ക് സപ്പോർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് പറയാൻ മാത്രമേ കഴിയുള്ളൂ. അവിടെ പോയിരുന്നാൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ ഇത്ര നല്ല മൈലേജിൽ അവർക്ക് ഒരു സമരം ചെയ്യാൻ പറ്റില്ല. സമരത്തിനെ ചിലപ്പോൾ അടിച്ചമർത്തിയെന്ന് വരും, അല്ലെങ്കിൽ സമരത്തിന് മൈലേജ് കിട്ടാത്തതുകൊണ്ട് അവർക്ക് തന്നെ നിർത്തിപ്പോവേണ്ടി വന്നു എന്ന് വരും. ആ സാഹചര്യത്തിൽ ഇവര് വളരെ ബോധപൂർവം എടുത്ത ഒരു തീരുമാനമാണ്, ഒരെണ്ണം ഏറ്റുപിടിക്കുകയാണെങ്കിൽ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും പോകണം. ജാർഖണ്ഡിൽ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കാൻ പറ്റില്ലല്ലോ. പറ്റില്ല. ഈ 36 സംസ്ഥാനങ്ങളും യൂണിയൻ ടെറിട്ടറീസും ഉള്ളപ്പോ എവിടെയൊക്കെ പോയി ഇവര് സമരം ചെയ്യും? അഭിജിത്തിന് തിരിച്ചു പോകണ്ടേ? വന്ന രാജ്യത്തേക്ക് തിരിച്ചു പോകണ്ടേ? അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പഠിക്കാൻ തിരിച്ചു പോകണ്ടേ? അവരുടെ അവതാര ഉദ്ദേശം എന്ന് പറയുന്നത് അവർ ഡിമാൻഡ് ചെയ്തിരുന്ന നീറ്റ് പരീക്ഷ ഗവൺമെന്റിനെ കൊണ്ട് അവരുടെ കാര്യങ്ങൾ സാധിപ്പിക്കുക എന്നുള്ളതായിരുന്നു. അത് ഗവൺമെന്റ് സാധിച്ചു. ആ അവതാര ഉദ്ദേശം കഴിഞ്ഞു. ഇനി അവതാരം നിലനിർത്തി പോകാൻ പറ്റില്ല. നമ്മള് കാണുന്നതല്ലേ, ഭഗവാൻ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി അവതാരം എടുക്കുന്നു, അത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ അവതാരം കഴിഞ്ഞു, അദ്ദേഹം മാറിപ്പോകുന്നു. അതുപോലെ കോക്രോച്ച് ജനതാ പാർട്ടിയിലെ കുട്ടികൾ വന്ന കാര്യം അവർ സക്സസ്ഫുൾ ആയി നടത്തി. ഇനി അവർക്ക് ആ അവതാരത്തിന് എക്സ്റ്റെൻഡ് ചെയ്ത് പോകാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെയാണ് അവരൊരു രാഷ്ട്രീയ പാർട്ടിയായി മാറുവാനും താല്പര്യമില്ല എന്ന് പറയുന്നത്. അവർക്കറിയാം ഇത് കുട്ടികൾ വന്നത് ഇന്ന കാര്യങ്ങൾ കൊണ്ടാണ്. ഗവൺമെന്റിനെതിരെ ഒരു സമരം നടത്താൻ പറ്റി. പിന്നെ കുറെ കുട്ടികൾക്കൊക്കെ ഡൽഹി കാണാൻ പറ്റി. കുറെ പേർക്കൊക്കെ വേറെ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റി. NGOകൾക്കും ഷബാന ആസ്മി ഉൾപ്പെടെയുള്ള പല ആൾക്കാർക്കും പല കാര്യങ്ങളും ചെയ്യാൻ പറ്റി. അപ്പോ ഈവൻ വാങ്ചുങ് വരെ എന്തിനാ വന്നതെന്ന് ഇപ്പൊ മാം, നമുക്കറിയാലോ. എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഈ പറയുന്ന സംസ്ഥാനങ്ങളിലെല്ലാം നടക്കുന്നത് ആ സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉം. PSC ആണ്. അപ്പൊ ആ, ഓരോ സംസ്ഥാനത്തിനനുസരിച്ച് PSC എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം മാറും എന്നുള്ളതാണ്. ഉം. അവിടെ ഇവർക്ക് രാജി ആവശ്യപ്പെടാനായിട്ട് ഉം. ഒരാളില്ല. പക്ഷേ നീറ്റ് എന്ന് പറയുന്നത് കേന്ദ്രം നടത്തുന്നതാണ്. ഉം. ഉം. കേന്ദ്രത്തിലേക്കാണ് ഫോക്കസ് വരുന്നത്. ഉം. കേന്ദ്രം ഫോക്കസ് ചെയ്യപ്പെടുമ്പോൾ സ്വാഭാവികമായും മോദിയാണ് ഫോക്കസ് ചെയ്യപ്പെടുക. അതെ. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്ന് പറഞ്ഞ അത് രാജി ഇല്ലാതെ വരുന്ന സമയത്ത് ഇവര് നേരെ പോയത് മോദി രാജിവെക്കേണ്ടി വരും എന്നുള്ളതാണ്. ശരിയാണ്, അവിടെ നിന്ന് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഒരു നേരെ താഴേക്കൊന്ന് ഗ്രാഫ് താഴേക്ക് പോയിട്ടുണ്ട്. പക്ഷെ ഇനി അത് ബേക്കപ്പ് എങ്ങനെ ചെയ്തെടുക്കും എന്ന് കൂടി നമ്മൾ കാണേണ്ടതാണ്. കാരണം BJP ആണ് പാർട്ടി. അപ്പൊ അത് വേറൊരു തലത്തിലേക്ക് പോകും. പക്ഷെ ഇവിടെ ഞാൻ കണ്ട ഒരു കാര്യം, ഈ അതായത് സംസ്ഥാനങ്ങളിലുടനീളം സംസ്ഥാന മുഖ്യമന്ത്രിമാരുടെയോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിമാരുടെയോ രാജി കിട്ടിയത് കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്ന ഒരു കാര്യത്തിലേക്ക് കാര്യങ്ങൾ പോകില്ല. എത്തില്ല. പക്ഷെ നേരെ കേന്ദ്രവുമായിട്ടുള്ള ഏറ്റുമുട്ടൽ, അവിടെ BJP വിരുദ്ധത, മോദി വിരുദ്ധത എന്ന് പറയുന്നത് മാത്രമല്ല വലിയ ഡീപ് വലിയ രീതിയിൽ സ്റ്റേറ്റ് പല അമേരിക്കൻ അവർക്കും ആഗ്രഹമുണ്ട് നമ്മളുടെ ഇത്ര നന്നായി മുന്നോട്ട് പോകുന്ന അല്ലെങ്കിൽ ലോകരാഷ്ട്രങ്ങളുടെ മുൻപിലേക്ക് ഓടിക്കയറുന്ന ഭാരതത്തിനെ ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്ത് കളയണമെന്ന് പലർക്കും ആഗ്രഹമുണ്ട്. അവരൊക്കെ കൂടെ ചേർന്നാണ് ഇതിന്റെ പുറകിൽ കളിക്കാൻ നോക്കിയത്. പക്ഷെ കാര്യം കുട്ടികൾക്ക് മനസ്സിലായതുകൊണ്ട് അവരത് ഒഴിവായി പോവുകയാണ് ചെയ്തത്. ഇപ്പൊ തന്നെ ഇന്ന് തമിഴ്നാട്ടിൽ ഒരു ബില്ല് കൊണ്ടുവരാൻ പോകുന്നുണ്ടെന്ന് കേട്ടു. നീറ്റ് നിന്നും തമിഴ്നാട് മാറി നിൽക്കണം, അത് അവർക്ക് സെപ്പറേറ്റ് ആയിട്ട്. അങ്ങനെ ഓരോ സ്റ്റേറ്റും സെപ്പറേറ്റ് ആയിട്ട് നടത്തിയിട്ട് എങ്ങനെയാണ് ഓൾ ഇന്ത്യ എന്താണ്
കോളേജുകളിലേക്ക്, മെഡിക്കൽ കോളേജുകളിലേക്കൊക്കെ അഡ്മിഷൻ കിട്ടാൻ പോകുന്നത് അവിടെയുള്ള ലോക്കൽ ആയിട്ടുള്ള കോളേജുകളിൽ മാത്രമല്ലേ കിട്ടുള്ളൂ. മാത്രമേ പണ്ട് കിട്ടുകയുള്ളൂ. കേരളത്തിനും അതുപോലത്തെ തന്നെ എൻട്രൻസ് ടെസ്റ്റ് ആയിരുന്നു കേരളത്തിലെ കോളേജുകൾക്ക് വേണ്ടി. പക്ഷെ എല്ലാ കുട്ടികൾക്കും, ഏത് സംസ്ഥാനത്തിൽ പഠിക്കുന്ന കുട്ടിക്കും മെച്ചപ്പെട്ട ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ അഖിലേന്ത്യാ തലത്തിൽ തന്നെ എൻട്രൻസ് എഴുതിയാലേ പറ്റുള്ളൂ. അല്ലാണ്ട് ഓരോ സിലബസും ഡിഫറെന്റ് ആണ്. തമിഴ്നാട് സിലബസ് അല്ല കേരളത്തിന്റെ കേരളത്തിലേത്. സിലബസ്. അപ്പൊ അങ്ങനെ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഓരോ സംസ്ഥാനങ്ങൾ ഇങ്ങനെയൊക്കെ ആലോചിക്കാൻ തുടങ്ങുകയാണെങ്കിൽ, ഇത്രയും നാളായിട്ട് നമ്മൾ പൊക്കിക്കൊണ്ടുവന്ന ഒരു വിദ്യാഭ്യാസ സംസ്കാരമുണ്ട്, ഉന്നതിയുണ്ട്, അതില് ഒരു കരടായി മാറുമെന്ന് നമുക്ക് പറയാനുള്ളൂ. അങ്ങനെയൊന്നും അവര് ചെയ്യില്ല. അവർ പക്ഷെ ദേ ആർ ബ്രിങ്ങിങ് ഇറ്റ് എന്ന് മനസ്സിലാകുന്നു. ആ കാര്യങ്ങളും കേന്ദ്ര സർക്കാർ വേണ്ട വിധത്തിൽ അഡ്രസ് ചെയ്ത് വളരെ നല്ല വിധത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലെയും ചേർത്ത് പിടിച്ച് നീറ്റ് പരീക്ഷ അല്ലെങ്കിൽ കേന്ദ്ര തലത്തിൽ നടത്തുന്ന ഇതുപോലത്തുള്ള എൻട്രൻസ് ടെസ്റ്റുകൾ എല്ലാ സംസ്ഥാനങ്ങളിലെ കുട്ടികൾക്കും പങ്കെടുക്കാൻ പറ്റുകയും അവർക്ക് അവരുടെ യോഗ്യത അനുസരിച്ച് മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുവാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുകയും ചെയ്യണം. ഇന്നത്തെ പോലെ തന്നെയാണ് പറയുന്നത്. അപ്പൊ ജാർഖണ്ഡിലെ കാര്യം ജാർഖണ്ഡിലെ PSC ടെസ്റ്റ് എഴുതിയ കുട്ടികൾ നോക്കും. കേരളത്തിലെ കാര്യം BJP ഉൾപ്പെടെയുള്ള പാർട്ടികൾ അത് ഏറ്റെടുത്തു കഴിഞ്ഞു. ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ അതിന്റെ വേണ്ട കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകും. എല്ലാ സംസ്ഥാനങ്ങളിലുമുള്ള ആളുകൾ അവരുടെ പ്രശ്നങ്ങൾ ഇടപെടുക, എല്ലാം ഒരു സെൻട്രലൈസ് ആയിട്ട് ചെയ്യുന്നത് പ്രാക്ടിക്കൽ ആണെന്ന് തോന്നുന്നില്ല എന്നാണ് അതെ. എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്.